കണ്ണൂരിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തിപരമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ട് കലാപാഹ്വാനത്തിനൊരു ശ്രമിച്ച ഒരു 19-കാരനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ശരിക്കും ഇതൊരു കലാപാഹ്വാനമാണോ? മുഖ്യമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടുള്ളത് എങ്ങനെ കലാപാഹ്വാനമാണ്? ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് സ്വർണം കള്ളൻ എന്നാണ്. ആ പയ്യൻ പോസ്റ്റിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം പോസ്റ്റ് ചെയ്തിട്ട് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് സ്വർണം കള്ളൻ എന്നാണ്. കണ്ണൂർ പാച്ചപ്പൊയ്ക സ്വദേശിയായിട്ടുള്ള അനന്തു എന്ന് പറയുന്ന 19 വയസ്സുകാരനെതിരെയാണ് പരാതി. ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ പയ്യനെ തന്നെയാണ്. ഇതിൽ പിണറായി സ്വദേശിയായ ഒരു സുധീറാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. ഇത് CPM പ്രവർത്തകർക്ക് വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കി, പ്രകോപനപരമായി പ്രവർത്തിച്ചു. ഇതൊക്കെയാണ് ഈ പറയുന്ന സുധീറിൻ്റെ പരാതി. FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് ഒന്ന് രണ്ട് ചെറിയ സംശയങ്ങളുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ആരോഗ്യമന്ത്രിക്ക് പെടലി വെട്ടിയായിരുന്നു. മനസ്സിലായോ? അതെങ്ങനെയാണ് പെടലി വെട്ടിയെന്നും എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മളൊക്കെ വ്യക്തമായിട്ട് കണ്ടതാണ്. സ്വന്തം ഗവൺമെൻറ് കൈകൊണ്ട് സംഭവിച്ചൊരു കാര്യത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയിലേക്ക് ഇട്ടുകൊടുക്കുകയും അവരാക്രമിച്ചു. കൊലപാതക ശ്രമമാണ്, വധശ്രമത്തിനാണ് കേസ്. അതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് ഓഫീസുകളും ആക്രമിക്കുകയും കലാപ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ ഒരു കേസും ഇല്ല. ആർഷോയെ മറന്നിട്ടില്ലല്ലോ, തന്തയില്ല കുഞ്ഞ് പ്രയോഗവും നമ്മളാരും മറന്നിട്ടില്ല. അത് ഒരു മതവിഭാഗത്തെയാണ് ഒന്നാകെ അപമാനിച്ചത്. ജാതി പറഞ്ഞു, അവരുടെ മുഖത്ത് നോക്കി ജാതി പറഞ്ഞു. മാറി നിൽക്കടി എന്നതിന് ശേഷം ഒരു ജാതി പേരാണ് വിളിച്ചു പറയുന്നത്. ആ പേര് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും താഴെ കിടക്കുന്നവർ അങ്ങനെ ഒരു പദപ്രയോഗം നടത്താറില്ല. അത് ചെയ്ത ആർഷോയ്ക്കെതിരെ ഒരു കേസ് കൂടെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചിന്താ ജെറോമിന്റെ പിതൃപ്രയോഗം മറന്നിട്ടില്ല. പിതൃപ്രയോഗ മുദ്രാവാക്യം, അതിനെതിരെ ഒന്നും വന്നിട്ടില്ല. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അടുത്തത് പ്രതിപക്ഷ നേതാവാണ്. ദ സ്റ്റേറ്റ് കമാൻഡഡ് ഇൻ 2, അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കുന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ റിപ്പോർട്ട് അടിക്കുന്നതനുസരിച്ചിട്ട് വീണ്ടും വന്നിപ്പോൾ 5.0 വന്നാണ് നിൽക്കുന്നത്. ഇതിനൊന്നും ആർക്കും പൊള്ളുന്നില്ല, അല്ലെങ്കിൽ ആർക്കും ഇതിലൊന്നും ഒരു വികാരം വരുന്നില്ല. ആർക്കും ഇതിനെ പ്രതികരിക്കേണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർത്തലയ്ക്കുന്ന തിരമാലകളെ നോക്കി കുരയ്ക്കുന്ന പട്ടികൾ കുരയ്ക്കും, അതുകൊണ്ട് തിരമാലകൾ ഭയക്കില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുദ്രാവാക്യം. ഒരു മുദ്രാവാക്യമാണിത്. ആർത്തലയ്ക്കും തിരകളെ നോക്കി നായ്ക്കൾ കുരയ്ക്കട്ടെ, അത് കണ്ട് ഭയന്ന ചരിത്രം തിരമാലകൾക്കില്ല. ഇത് പറഞ്ഞത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പക്ഷെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു 19 വയസ്സുകാരൻ്റെ പോസ്റ്റിനെ ഭയക്കുന്നു, അതിനെ കലാപ ആഹ്വാനം എന്ന് പറയുന്നു. അതിൻ്റെ പേരിൽ ഇവിടെ മുറവിളികൾ കൂട്ടുന്നു. ആ പയ്യനെ അറസ്റ്റ് ചെയ്യുന്നു. സ്വർണം കെട്ടവനെ സ്വർണ്ണക്കള്ളന്നല്ല, പിന്നെ വേറെന്തെങ്കിലും പേര് പറയാൻ പറ്റുമോ ചേട്ടാ? ഇവിടെ സ്വർണം കെട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടിറങ്ങിയപ്പോൾ ആ പാട്ടിന്റെ പേരിൽ ഇവര് അങ്ങ് പൊളിഞ്ഞ സഖാക്കളാണ് ഇവിടെ ഉള്ളത്. ഞാനൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം പറഞ്ഞുതരാം. ഒരു പൊതുവേദിയിൽ മത്സരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ഒരു സ്ത്രീ വരുന്നു. അവർ മുഖ്യമന്ത്രിയുടെ അടുത്ത് കുനിഞ്ഞു നിന്ന് എന്തോ പറയുന്നു, മുഖ്യമന്ത്രിയുടെ കാതോരം നിന്ന് എന്തോ പറയുന്നു. അവരുടെ കയ്യിലൊരു ഫയലുണ്ട്. ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് ശ്രീ ഉമ്മൻ ചാണ്ടി എന്നാണ്. പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞിന്റെ അടുത്ത് വന്നിരുന്ന ആ സ്ത്രീയുടെ പേര് സരിത എന്നാണ്, സോളാർ സരിത. ആ ഒരു ഫോട്ടോയുടെ പേരിൽ അവർക്ക് തമ്മിൽ രഹസ്യ ബന്ധമുണ്ടാക്കി എന്ന് പറയപ്പെടുന്ന ഒരു മന്ത്രി പൊങ്കവൻ ഈ നാട്ടിൽ ഇപ്പോൾ ഭരിക്കുന്നുണ്ട്. ആ മന്ത്രി പൊങ്കവന്റെ കുഞ്ഞാണ് സരിതയുടെ കുട്ടി എന്ന് പറയുന്ന ഒരു വിവാദം സരിത തന്നെ പറഞ്ഞിട്ടും അയാൾ ഇന്നും ഭരിക്കുന്നു. കുഞ്ഞുഞ്ഞിനെ അന്ന് ആ ഒരൊറ്റ വിഷയത്തിന്റെ പേരിൽ കൂട്ടം കൂടി ആക്രമിക്കുകയും അദ്ദേഹത്തെ കല്ലെറിയുകയും ചെയ്തപ്പോൾ ഇവിടെ കലാപാഹ്വാനം നടന്നില്ലേ? അത് കലാപാഹ്വാനമല്ലേ? നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നെറ്റി എറിഞ്ഞു പൊട്ടിക്കുന്ന കലാപാഹ്വാനമല്ലേ? അദ്ദേഹത്തിന്റെ വസ്ത്രം വലിച്ചു കീറുന്ന കലാപാഹ്വാനമല്ലേ? അതൊക്കെ ചെയ്ത സഖാക്കന്മാരാണ് ഇപ്പോൾ ഒരു 19 വയസ്സുകാരന്റെ പോസ്റ്റിന്റെ പേരിൽ ഭയന്ന് നിക്കറിൽ മൂത്രമൊഴിച്ച് നിൽക്കുന്നത്, നിക്കറിൽ മുള്ളി നിൽക്കുന്നത്. അങ്ങനെ തന്നെ പറയണം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇവിടെ ഒരു ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നു UDF, കോൺഗ്രസിന്റെ ഒരു ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് KM മാണി എന്നാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ LDF-ലാണ്. ഇതേ LDF-കാർ ബാർക്കോഴ വിവാദം ഉണ്ടായ സമയത്ത് കുറെ പോസ്റ്റുകൾ ഇറക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നോട്ട് എണ്ണുന്ന മിഷ്യനുണ്ട്, അദ്ദേഹം ബാറ് വിഴുങ്ങുന്നു, അങ്ങനെ കുറെ പോസ്റ്റുകൾ. അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസ് ആക്രമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചു. ഈ പറയുന്ന ആ സമയത്ത് അദ്ദേഹം അവസാനമായി വിജയിച്ച മത്സരത്തിൽ, അദ്ദേഹത്തിന്റെ മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന അവസാന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാലാ ടൗണിലെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് കലാശക്കൊട്ടിന്റെ അന്ന് ഈ പറയുന്ന പാലായിലെ പാർട്ടി പ്രവർത്തകർ കൂട്ടം കൂടി ആക്രമിച്ചത് കലാപാഹ്വാനമല്ലേ?
ചേട്ടാ ഇവിടെ കരിങ്കൊടി കാണിച്ചു എന്നുള്ള പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ റോഡിലിട്ട് തല്ലി ചതച്ചത് കലാപാഹ്വാനമല്ലേ? ഇവിടെ ഈ പറയുന്ന ഞാൻ പറഞ്ഞ ആർഷോ പ്രത്യേക മതവിഭാഗത്തിന്റെ പേര് പറഞ്ഞ് ആക്രമിച്ചത്, ആ ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ ഉണ്ടായ ഒരു കടന്നാക്രമണം, അതൊരു കലാപാഹ്വാനമല്ലേ? ഇവിടെ പ്രവർത്തകരെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ ഒന്നടങ്കം നായ്ക്കൾക്കുണ്ടായ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് അപമാനിച്ചത് കലാപാഹ്വാനമല്ലേ? സ്വർണം കട്ടതിന്റെ പേരിൽ സത്യത്തെ എന്നും ഭയക്കുന്നു. സത്യം വിളിച്ചു പറയുന്നവരൊക്കെ കള്ളന്മാരാണ്. സത്യം വിളിച്ചു പറയാൻ പാടില്ല. സത്യം മൂടി വെക്കണം. എത്ര നാൾ മൂടി വെക്കും? പക്ഷേ സ്റ്റേറ്റിന്റെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇതുപോലെ ഒരു പോസ്റ്റ് വരുന്നത് ഒരു അതുകൊണ്ട് രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞാൽ അത് വിളിച്ചു പറയാൻ പാടില്ലേ? അത് പറയുന്ന കാലങ്ങളൊക്കെ കടന്നുപോയി. നഗ്നനായ ഒരു രാജാവ് നടന്നാൽ അത് നഗ്നനാണെന്ന് പറയുന്ന സമൂഹമാണ് ഇന്ന് ഈ കേരളത്തിലുള്ളത്. ചേട്ടാ, മറ്റു രാജ്യത്ത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന മുഖമാണ് പിണറായി വിജയൻ്റെത്. കാരണം അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ അവഹേളിക്കുന്നത് കേരളത്തിന് ചീത്തപ്പേരുണ്ടാകുന്നതിന് തുല്യമല്ലേ? ഈ രാജ്യത്തൊരു പ്രധാനമന്ത്രിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നാണ്. അദ്ദേഹത്തിനേക്കാൾ മുകളിലാണോ ഈ പറയുന്ന 14 ജില്ല മാത്രമുള്ള സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി? അല്ല. ഇവിടെ ഇരുന്നു കൊണ്ട് ഇതേ മുഖ്യമന്ത്രി തന്നെ എത്രയോ തവണ പ്രധാനമന്ത്രി അപമാനിച്ച് സംസാരിച്ചിരിക്കുന്നു. അന്നൊന്നും ഈ പ്രോട്ടോകോൾ ബാധകമല്ലേ? കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഈ പറയുന്ന പരസ്യപ്രചാരണം തീരുന്ന ദിവസം വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയെ കാഫിറായ സ്ത്രീയായി ചിത്രീകരിച്ച ഒരു സ്ക്രീൻഷോട്ട് വന്നായിരുന്നു. അത് MSF നേതാവ് മുഹമ്മദ് കാസിമിന്റെ പേരിലാണ് ആ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. ആ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതാരാണ്? ഇടത് ഹാൻഡിൽ തന്നെയാണ് അത്. നേതാവ് റിബേഷിന്റെ പേരിലുള്ള പേജിൽ നിന്നാണ് ഈ പറഞ്ഞ സ്ക്രീൻഷോട്ട് പോയിട്ടുള്ളത്. അത് കലാപാഹ്വാനമല്ലേ? സ്വന്തം പാർട്ടി പ്രവർത്തക അല്ല, സ്വന്തം പാർട്ടി നേതാവിനെ ഒരു കാഫിറായ സ്ത്രീ എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നു. കലാപാഹ്വാനമല്ലേ അത്? അതിന്റെ പേരിൽ റിബേഷിനെതിരെ നടന്നുള്ള കേസ് ഇന്ന് വെങ്ങും എത്താതെ പോയി. എന്തുകൊണ്ട്? അയാൾ ഇടതുപക്ഷ അനുഭാവിയാണ്. ഇടതുപക്ഷത്തിന് ഈ കേരളത്തിൽ എന്തും കാണിക്കാം. വാ പൊത്തി ഓച്ചാനിച്ച് നിന്നോണം. മറ്റുള്ള പാർട്ടിക്കാർ എന്തെങ്കിലും കാണിച്ച കലാപാഹ്വാനം. ഇത് ഇവിടുത്തെ ന്യായമാണ്. എന്ത് ന്യായമാണ് ഈ പറയുന്നത്? ഇതിനെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? എന്ത് രീതിയിൽ ഇതിനെ ന്യായീകരിക്കണം? ഏത് കണക്കിൽ ന്യായീകരിക്കണം? ഇതിന്റെ പേരിൽ ഇപ്പൊ എനിക്ക് ഒരു പക്ഷേ തെറിയായിരിക്കും വരാൻ പോകുന്നത്. ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരുപക്ഷെ എന്റെ കുടുംബത്തിരിക്കുന്നവരെ വരെ പറഞ്ഞ് കമന്റുകൾ വന്നേക്കാം. ഹൂ കെയർസ്? ഐ ഡോണ്ട് കെയർ. സത്യങ്ങൾ എന്നും തുറന്നു പറയും. ഈ 19 വയസ്സുള്ള പയ്യന്റെ പേരിൽ ഈ കലാപാഹ്വാനം എന്ന് പറഞ്ഞ് അവനെ രാജ്യദ്രോഹിയായി മുദ്ര കുത്തുന്ന രീതിയിലുള്ള ഒരു കേസ്. ഈ സ്വർണം കട്ടെന്ന് പറഞ്ഞ് ഇവിടെ തിരുവനന്തപുരത്ത് പരസ്യ പ്രചരണ സമയത്ത് തിരുവനന്തപുരത്ത് ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ നിൽക്കുക, സ്വർണം കെട്ടവർ ആരുണ്ടറിയണ്ടേ, ഇവിടെ നിന്ന് മേലേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ, ഞാനല്ലാതെ മറ്റാരെ എന്ന് പറഞ്ഞ് പിണറായി വിജയൻ നിൽക്കുന്ന ഫോട്ടോ തിരുവനന്തപുരം ടൗണില് ഹോർഡിംഗ് ആയിരുന്നു. അന്ന് എന്തേ പൊള്ളാതിരുന്നത്? പക്ഷെ അതിന് അവര് മറുപടി കൊടുത്തു. അതിന് തൊട്ടടുത്തായിട്ട് UDF മറ്റൊരു പോസ്റ്ററിനെ കാണിച്ച് ഇതാണ് സ്റ്റേറ്റിക്കുള്ള യഥാർത്ഥ കള്ളന്മാർ എന്നുള്ള രീതിയിൽ മറ്റൊരു പ്രചരണം അവർ ചെയ്തിരുന്നു. അത് ശ്രദ്ധിച്ചിരുന്നല്ലോ. അല്ല, അത് കുറ്റമല്ലേ? അതെ. 19 വയസ്സുള്ള ഒരു പയ്യൻ, അവന്റെ പേരിൽ ഇത്രയും വലിയ ആരോപണങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നാട് മുഴുവൻ, ഒരു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ സ്വർണ്ണക്കള്ള എന്ന് വിളിക്കുന്നുണ്ടെന്നുള്ളത് അദ്ദേഹം അറിയാഞ്ഞിട്ടാണ്. അത് കേരളത്തിന് തന്നെയാണ് നാണക്കേട്. കേരളത്തിലെ ജനങ്ങൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ സ്വർണ്ണക്കള്ള എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ നാണക്കേടല്ല. ചെയ്തു വെച്ച കർമ്മങ്ങൾ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നൊരു പഴമൊഴിയുണ്ട്. അല്ലെങ്കിൽ അത് ഒരു ഗീതാവചനമാണത്. ചേട്ടാ, എൻ്റെ മുഖ്യമന്ത്രി ഒരു കള്ളനാണ് എന്ന് പറയാൻ എനിക്ക് അപമാനമല്ലേ വരേണ്ടത്? മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് പറയുന്നത് അപമാനമല്ല, നിലപാടാണ്. നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം ജീവിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ നിലപാടിൽ ഉറച്ച രാഷ്ട്രീയ പ്രവർത്തകരുള്ള ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന സംസ്ഥാനമാണ് ഈ പറയുന്ന കേരളം. ഇവിടുത്തെ പ്രവർത്തകർക്ക് നിലപാടുണ്ട്. മുൻപ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് നിലപാടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ നിലപാട് നിലനിൽപ്പിനെ ആശ്രയിച്ചായപ്പോൾ ഇപ്പോൾ പാർട്ടി അപമാനിക്കപ്പെടുന്നു. സ്വയം വരുത്തി വെച്ച കുഴി, സ്വയം കുത്തിയ കുഴിയിൽ ഇറങ്ങി നിന്നിട്ടാണ് മേലേക്ക് തുപ്പിക്കൊണ്ടിരിക്കുന്നത്. മേലേക്ക് തുപ്പുമ്പോൾ, അതായത് മലർന്നു കടന്ന് മേലേക്ക് തുപ്പുമ്പോൾ ആ തുപ്പൽ എവിടേക്ക് പതിക്കുമെന്നുള്ളത് മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്.